നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചതയം നക്ഷത്രത്തിൻ്റെ വൃക്ഷമായ കടമ്പിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. കദംബം, ആറ്റുതേക്ക് എന്നെല്ലാം ഇതിനെ വിശേഷിപ്പിക്കുന്നു. റുബിയേസിയ കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ആന്തോസെഫാലസ് കടമ്പ എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ നീപം, ശിശുപാലം, ഗന്ധവത് പുഷ്പം, നാദേയി, കദംബ എന്നെല്ലാമാണ് വിളിച്ചു വരുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും നനവാർന്ന നിത്യഹരിത വനങ്ങളിലും ഇലപൊഴിക്കും ഈർപ്പവനങ്ങളിലും ഏകദേശം 2000 അടി ഉയരം വരെയുള്ള പ്രദേശങ്ങളിൽ നദീതീരങ്ങളിൽ ഇലപൊഴിക്കുന്ന ഈ വൻമരം ധാരാളമായി കണ്ടുവരുന്നുണ്ട്. മധുരയ്ക്കും ഭരത്പൂരിനുമിടയിൽ കദംബവനം മാത്രമായിരുന്നുവെന്ന് രേഖകളിൽ പറയുന്നുണ്ട്. ശ്രീകൃഷ്ണൻ്റെ വൃന്ദാവനത്തിലെ മുഖ്യ പൂമരം കദംബമായിരുന്നുവെന്ന് ഭാഗവതത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇന്നും പൂന്തോട്ടങ്ങളിൽ അലങ്കാര വൃക്ഷമായി ഈ സുഗന്ധ പൂമരത്തെ നട്ടുവളർത്തുന്നു. ഉരുണ്ട് നീണ്ട് ഒരേ വണ്ണത്തിലുള്ള തടിയും തിരശ്ചീനമായ ശാഖകളും ഈ വൃക്ഷത്തെ മനോഹരമാക്കുന്നു. ഏകദേശം 30 സെൻറ്റിമീറ്ററോളം നീളം വരുന്ന ഇലകൾക്ക് കൂർത്ത അഗ്രമാണുള്ളത്. ഇവ അഭിമുഖമായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവയ്ക്ക് കൊഴിഞ്ഞു പോകുന്ന വിതളങ്ങളുണ്ട്. ഇലയുടെ മുകൾ ഭാഗം അരോമിലവും താഴ്ഭാഗം മൃദുലോമിലവുമാണ്. മെയ് മാസത്തോടെ ഈ വൃക്ഷത്തിൻ്റെ പൂക്കാലമാകും. ഓറഞ്ച് നിറത്തിലുള്ള ചെറിയ പൂവുകൾ ശാഖാഗ്രത്തിലുള്ള ഗോളാകൃതിയിലുള്ള കുലയിൽ കൂട്ടമായി കാണപ്പെടുന്നു. ഇവയ്ക്ക് ഏകദേശം 12 മില്ലിമീറ്റർ നീളമേ ഉള്ളൂ. ഇവയ്ക്ക് 5 കേസരങ്ങളും 5 ദളങ്ങളുമാണ് ഉള്ളത്. നാരങ്ങയുടെ ആകൃതിയിലുള്ള മാംസളമായിട്ടുള്ള ഫലങ്ങൾ ഏകദേശം സെപ്റ്റംബർ മാസത്തോടെ പാകമാകും. ജനുവരി വരെ ഇത് പൊടിയാതെ നിൽക്കാറുണ്ട്. ഇതിനുള്ളിലുള്ള വിത്ത് തീരെ ചെറുതാണ്. കടും ചാര നിറത്തിലുള്ള ഇതിൻ്റെ മരപ്പട്ട നീളത്തിൽ പൊളിഞ്ഞു പോകുന്നു. ഇതിൻ്റെ തടിക്ക് വെള്ളയോ വെള്ള കലർന്ന മഞ്ഞ നിറമോ ആണ്. ഇല്ലാത്തതിനാൽ പ്രധാന പണികൾക്കൊന്നും ഇത് ഉപയോഗിക്കാറില്ല. എങ്കിലും തീപ്പെട്ടി, പാക്കിംഗ് കേസ് എന്നിവയുടെ നിർമ്മാണത്തിന് ഇത് ഉപയോഗിച്ചു വരുന്നു. എസെൻഷ്യൽ ഓയിൽസ്, ആൽക്കലോയിഡ്സ്, ഫാറ്റ്സ്, ഷുഗർ എന്നിവയെല്ലാം ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ചവർപ്പ് കലർന്ന കയ്പ് രസമാണിതിന്. ശീതവീര്യമാണ്. അതുകൊണ്ട് തന്നെ രക്തപിത്ത ദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളിൽ ഇത് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് നല്ലൊരു ജ്വരഹാരിയായിട്ടുള്ള ഔഷധം കൂടിയാണ്. ഇതിൻ്റെ തൊലി, ഇല, പൂവ്, പഴം, വേരിന്മേൽ തൊലി എന്നിവയാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ. ഇത് വ്രണനാശനമാണ്, കൃമിഹരമാണ്. കൂടുതലായിട്ടുള്ള കദംബത്തിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. കദംബം, കദംബൻ്റെ പൂവ് എന്ന് പറയും. കദംബവനവാസിനി എന്ന് ഈ ലളിതാ സഹസ്രനാമത്തിൽ ഒരു നാമമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ ശക്തി, അതായത് ശക്തി കദംബവനത്തിൻ്റെ ഉള്ളിലാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ കദംബിന് എനർജി കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അതിൻ്റെ കാറ്റടിച്ചാൽ തന്നെ ശരീരത്തിന് എനർജി കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രയോഗം, ഇതിൻ്റെ ഫലം നമുക്ക് അകത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് എനർജി കിട്ടും. പിന്നെ ഇതിന് ഈ വൈറസ് ഡിസീസിനെ ഇല്ലാതെയാക്കാനുള്ള ഒരു ഗുണമുണ്ട്. അത് ഈ വൈറൽ രോഗങ്ങൾ ഇതിൻ്റെ കഷായം വെച്ച് കഴിക്കാം. പിന്നെ ഈ ശരീരത്തിലുണ്ടാകുന്ന ചൊറിചരങ്ങൾക്ക് ഇത് എണ്ണ മൂപ്പിച്ചിട്ട് വേണമെങ്കിൽ തേക്കാൻ നല്ലതാണ്. പിന്നെ ഇതൊരു വിഷശമനമായിട്ട് ഉപയോഗിക്കും. ഈ വിഷമുള്ള ജന്തുക്കൾ കടിച്ച് ഇതിൻ്റെ ഇല അല്ലെങ്കിൽ പായിട്ട് അരച്ച് ഒന്ന് തേച്ച് കഴിഞ്ഞാൽ അപ്പം നിൽക്കരുത്. അത്രയും ഔഷധമുള്ള ഒരു ചെടിയാണിത്. പിന്നെ ഈ കദംബിൻ്റെ ഒരു ഗർഭാശയ രോഗങ്ങൾക്ക് ഈ കദംബിൻ്റെ കഷായം വളരെ നല്ലതാണ്. പിന്നെ ഈ ചെറിയ കുട്ടികൾക്ക് ഈ നെറുക താഴുന്നൊരു കണ്ടീഷൻ, ഈ നെറുക എപ്പോഴും കൂടാതെ അതിങ്ങനെ പതുപത്തുപ്പായിട്ടിരിക്കുന്ന ഈ കദംബിൻ്റെ പൂവ് അരച്ചിട്ട് വെളിച്ചെണ്ണ മൂപ്പിച്ച് തേച്ച് കഴിഞ്ഞാൽ അത് അവിടെ നകന്ന് വരുന്നതാണ്. Ah